ജാതിയും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ദൈവം സ്നേഹിക്കും പുഞ്ചിരി. മതവും ജാതിയും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ദൈവം സ്നേഹിക്കും പുഞ്ചിരി. ഞങ്ങൾ ഒരുമിച്ചു നാടിനെ വളർത്തും, ഞങ്ങൾ ഒരുമിച്ച് ശാന്തിയിൽ ജീവിക്കും. ഞങ്ങൾ ഒരുമിച്ചു നാടിനെ വളർത്തും. ഞങ്ങൾ ഒരുമിച്ച് ശാന്തിയിൽ ജീവിക്കും. അമ്മ എവിടാ? വീട്ടിലെ CCTV ഒന്നും കാണുന്നില്ലല്ലോ. ഞാനേ എവിടാണ്? ഞാനിവിടെ വൃദ്ധ സ്നേഹ സഭയിലാ. അത് ശരി, അങ്ങനെ സഭ തുടങ്ങി. മര്യാദയ്ക്ക് വീട്ടിൽ പോകണം. അപ്പനും മരിച്ചുപോയി, പേരുദോഷം ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കല്ലേ. അതെ, അത്ര കാര്യമാക്കുമൊന്നും വേണ്ട. ഞങ്ങളുടെ ഒക്കെ മക്കൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയവരാ. എന്നിട്ടും ഞങ്ങളെ നോക്കാൻ മനസ്സ് കാണിക്കാത്തവർ അത്ര സാറ് കളിക്കണ്ടെന്ന് നേരെ അങ്ങ് പറഞ്ഞു. എങ്കിലും അവർ നമ്മുടെ മക്കളല്ലേ, ഞങ്ങൾ വെറുപ്പൊന്നും കാണിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ പാട്ടും നിർത്തവും പിന്നെ നാടിങ്ങനെ പൂക്കളെ കൊണ്ട് നിറച്ചപ്പോ ഗവൺമെന്റ് ഞങ്ങളെ ആദരിച്ചതും ഒക്കെ യൂട്യൂബിലാക്കി പിള്ളേർക്ക് അയച്ചു കൊടുത്തു. എന്താ പറഞ്ഞ യൂട്യൂബോ? അമ്മയുടെ ഫോണിലും ഉണ്ട്. ഞങ്ങൾക്ക് നല്ല മിടുക്കൻ പിള്ളേര് ചെയ്തു തന്നതാ. അതൊക്കെ പിന്നെ നോക്കാം. അല്ല, മക്കൾ അതൊക്കെ കണ്ടിട്ട് എന്തായി? അവർക്ക് കുറച്ച് സന്തോഷമായി. അവരെ സന്തോഷിപ്പിക്കാൻ ഒരു കാര്യം കൂടി ഞങ്ങളൊക്കെ ചെയ്തു. എന്താ? കാണിക്കാം. നോക്കൂ നാട്ടുകാരെ, ഈ അപ്പനമ്മമാർ തങ്ങളുടെ മക്കൾ വിട്ടുപോയെന്ന് പറഞ്ഞ് നിരാശരല്ല. ശരീരത്തിനും മനസ്സിനുമൊക്കെയുള്ള ഇത്തിരി ആരോഗ്യം കൊണ്ട് കർമ്മനിരതരായിരിക്കുകയാണ്. അപ്പോഴും അവരുടെ ലക്ഷ്യമെന്താണ്? മക്കൾ ഞങ്ങളെ കണ്ട് സന്തോഷിക്കണം. എല്ലാ കാലത്തും അപ്പന്റെയും അമ്മയുടെയും ലക്ഷ്യമെന്താണ്? മക്കൾ സന്തോഷിക്കണം. തങ്ങൾക്കിട്ട് മക്കളുടെ ചവിട്ട് കിട്ടിയാലും അവരത് മറക്കും. മക്കളല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് അവരാശ്വസിക്കും. മക്കളെ സന്തോഷിപ്പിക്കുവാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ കണ്ട അമ്മച്ചിമാരും അപ്പച്ചന്മാരും പാട്ടും ചെടിനടിയിലും കൊണ്ട് മാത്രം നിന്നില്ല കേട്ടോ. മക്കൾ തങ്ങളെയോർത്ത് അഭിമാനിക്കാൻ അവർ വീണ്ടും ചെയ്തു. എന്താണ്? അവർ മക്കൾക്കും നാടിനും ലോകത്തിനും വേണ്ടി തുടങ്ങി ആരോഗ്യ കമ്പനി. ഞങ്ങൾ തുടങ്ങി ആരോഗ്യ കമ്പനി. വിഷമുള്ളതൊന്നും ഇവിടില്ല. ഇവിടെ ശുദ്ധമാം വിഭവങ്ങൾ മാത്രം, ശുദ്ധമാം നാടൻ വിഭവങ്ങൾ മാത്രം. ഭക്ഷണം മരുന്നെന്ന ഞങ്ങളുടെ നിയമം. കപ്പയും ചക്കയുമെല്ലാം ഇവിടുണ്ട്. അരിയുണ്ട, കുമ്പിളപ്പം, കൂവയട, അരിയട, ഒന്നിലും വിഷാംശം ലവലേശമില്ല. മാങ്ങത്തിര, കേരളയപ്പം എല്ലാം ഉണ്ടിവിടെ. ഒന്നിലും ലവലേശം വിഷാംശമില്ല. സ്നേഹത്തോടെ നാടിനു ഞങ്ങൾ ആരോഗ്യം പകരുന്നു. സ്നേഹത്തോടെ നാടിനു ഞങ്ങൾ ആരോഗ്യം പകരുന്നു. ജിങ്കൻ ജിങ്കൻ ജിങ്ക, ജിങ്കൻ ജിങ്കൻ ജിങ്ക, ജിങ്കൻ ജിങ്കൻ ജിങ്ക, ജിങ്കൻ ജിങ്കൻ ജിങ്ക. വീണ്ടും മകനാണ്. മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ വളർത്തിയവർ നമ്മളെ അങ്ങ് കേറി വളർത്തണ്ട. നിങ്ങൾ വീണ്ടും എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നു. നാടൻ ഭക്ഷണങ്ങളൊക്കെ നല്ല പ്രകാരം ഉണ്ടാക്കുന്നല്ലോ. അതെ, ഇതിനിടയിൽ കേരള അപ്പോന്ന് കേട്ടല്ലോ. എന്താ അത്? അത് നമ്മുടെ ഷെഫ് പറയും. അത് നമ്മുടെ വനത്തിലുള്ള മുളയരിയും നല്ല കുട്ടനാടൻ കുത്തരിയും മറയൂർ ശർക്കരയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റമാണ്.
എല്ലാം ശുദ്ധമായതുകൊണ്ടും നല്ലതായതുകൊണ്ടും ഇപ്പൊ എവിടുന്നൊക്കെ ഓർഡർ അറിയാമോ? അങ്ങ് ഉസ്ബെക്കിസ്ഥാൻ, തായ്ലൻഡ്, ഫിൻലൻഡ്, ചിക്കാഗോ, സിംഗപ്പൂർ എന്നിങ്ങനെ പലയിടത്തുനിന്നും ഉണ്ട്. ഈയിടെ അന്റാർട്ടിക്കയിലെ ഐസ് നോക്കാൻ പോയതേ നമ്മുടെ സമീകരണ പ്രശ്നം ചോദിച്ചെന്നേ. ആണോ? ഞങ്ങളങ്ങനെ വൈറലായപ്പോ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കിയ മക്കളില്ലേ, അവര് ഞങ്ങളുടെ ഫാൻസായി. ആ കറങ്ങുന്നത് ഫാനല്ലേ, അവരും കറങ്ങി. ഫാൻ കറക്കോ വിറയലോ എന്തൊക്കെയാണാവോ? അതൊക്കെ ഇന്നത്തെ ന്യൂജൻ വാക്കുകളാ, പതുക്കെ പിടികിട്ടിക്കോളും. പൊന്നമ്മയുടെ ഇത്തിരി മുമ്പ് വിളിച്ച മകൻ എവിടുന്നാന്നാ പറഞ്ഞ? അവൻ ചിക്കാഗോയിലാ. ഞങ്ങളുടെ പ്രശ്നമുണ്ടാക്കിയ മക്കളില്ലേ, അവരൊക്കെ വിദേശങ്ങളിൽ നമ്മുടെ ആരോഗ്യ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർമാരാ. എന്തൊക്കെയാണാവോ, ഒന്നും പിടികിട്ടിയില്ല. ആ അതൊക്കെ പതിയെ പിടി കിട്ടിക്കോളും. അമ്മയുടെ മകൻ ചിക്കാഗോയിലാണെന്നല്ലേ പറഞ്ഞത്? അവിടുത്തെ വലിയ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ വലിയ ഓഫീസറാ. മോനും നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അങ്ങ് അയച്ചു കൊടുക്കണം. ഞാനും അതങ്ങ് പറയാൻ വരുമായിരുന്നു. അവരാ ചേട്ടൻ പൊത്തുള്ളത് മൂടി നമ്മളെല്ലാം ഡാൻസ് ചെയ്യുന്നതും മുൻപേ പറഞ്ഞ ആ യൂട്യൂബിലാക്കി അയച്ചു കൊടുക്കാം അല്ലേ? ഇതല്ലാണ്ട് എന്നാലും നമുക്ക് മക്കൾ അടുത്തില്ലാത്തതിന്റെയും മക്കൾക്ക് നമ്മളില്ലാത്തതിന്റെയും വലിയൊരു വിഷമം അങ്ങനെയൊക്കെ അങ്ങ് തീരുവോ? അതും ശരിയാ. ഞങ്ങൾ ആരാണു ഞങ്ങൾ മക്കൾ കൊച്ചുമക്കൾ. ഞങ്ങൾ ആരാണു ഞങ്ങൾ മക്കൾ കൊച്ചുമക്കൾ. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൊച്ചുമക്കൾ ഞങ്ങൾ കൊച്ചുമക്കൾ. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൊച്ചുമക്കൾ ഞങ്ങൾ കൊച്ചുമക്കൾ. ഞങ്ങൾ ഒന്നിച്ചു നിങ്ങൾക്ക് ബലമേകും, ഞങ്ങൾ ഒന്നിച്ചു നിങ്ങൾക്ക് ബലമേകും. നിങ്ങളുടെ ദുഃഖം ഞങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്കും സന്തോഷം. നിങ്ങളുടെ ദുഃഖം ഞങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്കും സന്തോഷം. ഒന്നിച്ചു ഞങ്ങൾ നിങ്ങളോടൊപ്പം, ദുഃഖം വേണ്ട ഭയമൊട്ടും വേണ്ട. ഒന്നിച്ചു ഞങ്ങൾ നിങ്ങളോടൊപ്പം, ദുഃഖം വേണ്ട ഭയമൊട്ടും വേണ്ട. കുട്ടികളെ, നിങ്ങൾ ആരാ? എവിടുന്നാ? അതെ, ചിക്കാഗോയിലുള്ള ഈ അമ്മച്ചിയുടെ മകനില്ലേ, ആ മകന്റെ മകളുടെ നാട്ടിലെ കൂട്ടുകാരാ ഞങ്ങൾ. എന്റെ പൊന്നൂന്റെയോ? എന്റെ കൊച്ചുമോൾ ചിക്കാഗോയിന്ന് എന്നെ പറഞ്ഞു. പൊന്നൂന് സുഖം തന്നെ. അവൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഉടൻ ഇങ്ങോട്ട് വരണമെന്ന്. ആണോ? അവളുടെ പപ്പ അമ്മച്ചിയെ ഫോണിൽ എന്തോ വഴക്ക് പറയുന്നത് അവൾ കേട്ടു. അമ്മച്ചിക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് ഉടൻ ഞങ്ങൾ ഇവിടെ എത്തണമെന്ന് അവൾ പറഞ്ഞു. എന്റെ പൊന്നൂസിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മ, ചക്കരയുമ്മ. പിന്നെ പൊന്നൂസിന്റെ പപ്പയുടെ സോറിയും അമ്മച്ചിയോട് പറയാൻ പറഞ്ഞു. അവൻ എന്റെ മോനല്ലേ, ക്ഷമിക്കാതെ പറ്റുമോ? ക്ഷമിച്ചിരിക്കുന്നു. കൊള്ളാം മക്കളെ, കൊള്ളാം. കുടുംബവും ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയും ദുഃഖവും ഞങ്ങൾക്കുണ്ടായത്. ഇനി ഞങ്ങൾക്ക് ആ പേടിയില്ല. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. ആർക്കും ഭാരമാവാതെ തങ്ങളിലെ ശൂന്യതകളെ സ്വയം അതിജീവിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ജീവിക്കാൻ വഴിതേടി പോകുന്ന മക്കളോട് അവർക്ക് പരാതിയില്ല. തങ്ങളെ നോക്കാത്തതിനും അവർക്ക് പരാതിയില്ല. തങ്ങളുടെ ബലഹീനതകളെ കുറിച്ചും ആരോഗ്യക്കുറവിനെ കുറിച്ചും അവർക്കറിയാം. അവർ തളരാൻ തയ്യാറല്ല. അവർ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കും. അവരുടെ മക്കൾക്ക് അവരെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അവരുടെ കൊച്ചുമക്കൾ അവരെ കൈവിടില്ല. ലോകം അവരുടെ കർമ്മ പദ്ധതികൾക്ക് മുൻപിൽ കരഘോഷം മുഴക്കും. തലമുറ അവർക്ക് മുൻപിൽ
കൈകൂപ്പി നിൽക്കും. ഞങ്ങൾ ഇവിടാരും ഒറ്റകളല്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവനിൽ നിലകൊള്ളും. ഞങ്ങൾ പാടും ജീവനുള്ള പാട്ട്, ഞങ്ങൾ ആടും ജീവനുള്ള നൃത്തം. മക്കളെ ഞങ്ങൾ പഴിക്കുകയില്ല, നിരാശ ഞങ്ങളെ പിടികൂടുകയില്ല. ഒന്നിച്ചു ഞങ്ങൾ ജീവനെ പകരും, ഒന്നിച്ചു ഞങ്ങൾ നാടിനെ ഉണർത്തും. ഒന്നിച്ചു ഞങ്ങൾ നാടിനെ ഉണർത്തും. ആകാംക്ഷയോടെ വേദിയിലേക്ക് ഉറ്റുനോക്കിയിരുന്ന കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം ഞാൻ കണ്ടു.